തുടർച്ചയായ അഞ്ചാം ദിനവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 11കാരി കൊല്ലപ്പെട്ടു. കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. ദുബായിൽ ഡ്രോൺ ആക്രമണത്തിൽ US എംബസിയിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് അധികൃതർ പറയുന്നത്. വിവരങ്ങൾ വിനയ രാജാണ് നൽകുന്നത്. വിനയ, ഇപ്പോൾ തുടർച്ചയായ അഞ്ചാം ദിനവും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടർന്നിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ 11കാരി കൊല്ലപ്പെട്ടു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. 4 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? യുദ്ധം തുടങ്ങി 5ാം ദിവസമാകുമ്പോഴും അശാന്തി തുടരുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇറാൻ കൂടുതൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങിയ 5ാം ദിവസം ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിലൊരു 11കാരിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദുബായ് US എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ സംഘർഷ ഭീതിക്ക് ശേഷം ഗൾഫ് മേഖല വീണ്ടും അശാന്തമാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ US എംബസിക്ക് നേരെ ആക്രമണം നടത്തുന്നു. കൂടാതെ തന്നെ ഒരു കുടുംബത്തിന് മേലെ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളടക്കം വീണിട്ടാണ് ഒരു 11കാരിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതാണ് കൂടാതെ തന്നെ കുവൈറ്റിലാണ് ഈ മിസൈൽ അവശിഷ്ടം വീണ് 11കാരി മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ അശാന്തിയായി തന്നെ തുടരുകയാണ്. ഗൾഫ് മേഖലകളിലേക്കാണ് കൂടുതലായും ഇറാൻ ആക്രമണം നടത്തുന്നതെന്നാണ് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടിലാണ് ഈ ഒരു ആക്രമണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതോടെ തന്നെ ഇറാനിൽ ഏകദേശം മരണം 1000 കടന്നുവെന്നാണ് വ്യക്തമാക്കുന്ന സൂചന എന്ന് പറയുന്നത്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് സൗദി എന്നും വ്യക്തമാക്കുന്നുണ്ട്. കാരണം യുദ്ധം തുടങ്ങി 5 ദിവസമാകുമ്പോഴും ഈ കനത്ത പ്രഹരം നേരിടുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. അതിനെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് ഈ സൗദി അടക്കം തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇറാന്റെ 9 മിസൈലുകൾ ഇതിനോടകം തന്നെ വെടിവെച്ചിട്ടതായി സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തന്നെ 9 ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് നിലവിൽ എന്നാണ് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ മലയാളികൾ കഴിഞ്ഞ ദിവസം ഈ കുടുങ്ങിക്കിടന്ന മലയാളികളെ അടക്കം തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനോടകം തന്നെ 9 ഈ ഗൾഫ് രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളടക്കം തന്നെ നിരന്തരം നടക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇനി അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കും ഇനി തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇറാന്റെ ആക്രമണത്തിൽ നിലവിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും 18 പേർക്ക് പരിക്കേറ്റതായും ഇപ്പോൾ അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ആക്രമിച്ച പ്രാദേശിക കേന്ദ്രത്തിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെയാണ് മരണം 6 സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. 18 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന് അമേരിക്ക ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ ഇറാന്റെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ അടക്കം തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തുന്നത്. ഇന്ന് ഏകദേശം 58 വിമാന സർവീസുകളാണ് പ്രധാനമായും നടത്തുന്നത്. കൂടാതെ തന്നെ ഈ ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഏകദേശം 37 കപ്പലടക്കം കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ 1000-ലധികം തന്നെ ഇന്ത്യക്കാർ ഉൾപ്പെടുന്നുണ്ട്. അവരെ കൊണ്ടുവരാനുള്ള നടപടികളടക്കം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും യുദ്ധം തുടങ്ങി 5ാം ദിവസമാകുമ്പോഴും അശാന്തി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. തുടർച്ചയായ 5ാം ദിനവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്നിരിക്കുകയാണ്. ഇറാൻ കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടം വീണ് 11കാരി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിലെ 4 പേർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ദുബായിൽ ഡ്രോൺ ആക്രമണത്തിൽ US എംബസിയിൽ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.